സിവിൽ സർവീസിലേക്കൊരു വഴികാട്ടി. UPSC, IAS, IPS, IFS, IRS തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ടത് എങ്ങനെ? വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനും IAS മെന്ററുമായ ജാഫർ അമീർ UC. സിവിൽ സർവീസിലേക്കൊരു വഴികാട്ടി. സർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ റിവിഷനും പിന്നെ കറണ്ട് അഫെയർസ്, റൈറ്റിംഗ് പ്രാക്ടീസൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? അതായത് ഈ ഒരു 15 മണിക്കൂർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിലിതൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? റിവിഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ടോപ്പിക് വൈസ് ചെയ്തിട്ട് ഒരു മന്ത്ലി ഒരു ടോപ്പിക് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ടോപ്പിക്ക് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. കാരണം അതൊരു സൈക്കോളജിക്കലി നമുക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരും. ആദ്യം ആ ടോപ്പിക്ക് ഫിനിഷ് ചെയ്യുക. സൈക്കോളജിക്കലി നമ്മുടെ ഉള്ളിലൊരു തോട്ട് വരും, അറ്റ്ലീസ്റ്റ് ഐ കുഡ് ഫിനിഷ് ദാറ്റ്. എന്നിട്ട് അവസാനത്തെ ഒരു 5 ദിവസം നമുക്കത് റിവൈസ് ചെയ്യുമ്പോൾ, റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ വായിച്ചതിൻ്റെ 3 ഇരട്ടി സ്പീഡിൽ ഏറ്റവും കുറഞ്ഞ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് റിവിഷൻ. അടുത്ത തവണ റിവൈസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു 4-5 ഇരട്ടി സ്പീഡിൽ റിവൈസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ നോട്ട് എഴുതി പോകണം. നോട്ട് മേക്കിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. നമുക്ക് ഞാൻ പറയാം, ഇതിന് ശേഷം അതിലേക്ക് വരാം. പക്ഷേ റിവിഷൻ എല്ലാ മാസവും നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. അതേപോലെ കറണ്ട് അഫെയർസും ഇതിൻ്റെ കൂടെ തന്നെ. കറണ്ട് അഫെയർസ് ഡെയിലി കൊണ്ടുപോകണം. റിവിഷൻ ഒരു മാസം മന്ത് എൻഡിൽ ആ രീതിയിൽ കൊണ്ടുപോയാൽ മതിയാവും. പിന്നെ നമ്മൾ നേരത്തെ സെപ്റ്റംബർ വരെയാണ് പറഞ്ഞത്. ഇനി ഒക്ടോബർ വരുമ്പോഴേക്ക് നമുക്ക് എക്കണോമി സ്റ്റാർട്ട് ചെയ്യാം. എക്കണോമിയിൽ ഇന്ത്യൻ എക്കണോമി ആൻഡ് ഇറ്റ്സ് ഇൻ്റഗ്രേഷൻ വിത്ത് ദ വേൾഡ് എക്കണോമി, ആ രീതിയിലാണ് അതിനെ നമ്മൾ കാണേണ്ടത്. പ്ലസ് കറണ്ട് അഫെയർസ്. പിന്നെ ഈ ടോപ്പിക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പൊളിറ്റി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുകയാണ്. അപ്പോൾ പുതിയ ജഡ്ജ്മെൻറ്റുകൾ, പുതിയ നിയമനിർമ്മാണങ്ങൾ, ഇതെല്ലാം കറണ്ട് അഫെയർസുമാണ്, പൊളിറ്റിയാണ്. അതേപോലെ എക്കണോമി പറയുന്നു. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഇന്ന് രാജ്യങ്ങളിൽ പോയി അവരുമായിട്ട് വ്യാപാര കരാറുകൾ ഒപ്പിടുന്നു. അതിൽ ഇന്ന് പിന്നെ സംഭവങ്ങളും അല്ലെങ്കിൽ ഇറക്കുമതി കയറ്റുമതിയുടെ തീരുവ നിശ്ചയിക്കുന്നു. ഇതെല്ലാം എക്കണോമിയുടെ ഭാഗമാണ്, കറണ്ട് അഫെയർസിൻ്റെ ഭാഗമാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം കൂടി എന്ത് ചെയ്യും? ഒറ്റ ടോപ്പിക്കായിട്ട് മാറും. നമുക്ക് ഇനീഷ്യലി ജോഗ്രഫി വേറെയാണ്, പൊളിറ്റി വേറെയാണ്, ഹിസ്റ്ററി വേറെയാണ്, അതേപോലെ എല്ലാ ടോപ്പിക്കുകളും, എൻവയോൺമെൻറ്റ് വേറെയാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ പഠിച്ച് വരുമ്പോൾ ഇതെല്ലാം ഒറ്റ ടോപ്പിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വരണം. അവിടെയാണ് നമ്മൾ പ്രിപ്പറേഷൻ ഇൻ്റഗ്രേറ്റഡ് ആവുന്നത്. അതായത് മൾട്ടി ഡയമെൻഷനലായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമ്പോഴാണ് ആ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നത്. അവിടേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എത്തും. പക്ഷേ അതിന് ആദ്യം ഓരോ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യണം? മാസ്റ്റർ ചെയ്യണം. അപ്പോൾ ഒക്ടോബറിൽ എക്കണോമി കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ, അപ്പോൾ കഴിഞ്ഞു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നവംബറോട് കൂടി നമുക്ക് സയൻസ് ആൻഡ് ടെക് കംപ്ലീറ്റ് ചെയ്യാം. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്പേസ് ടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആണ്, ആസ്ട്രോണമി, അതേപോലെ ISRുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നാനോ ടെക്നോളജി, റോബോട്ടിക്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ന്യൂസിൽ വരുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ രീതിയിലാവുമ്പോൾ നവംബർ ഡിസംബറോട് കൂടി നമ്മളെ ഈ ഒരു ബേസിക് പഠനം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് ജനുവരിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ജനുവരി തൊട്ട് നമ്മൾ പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പിന്നെ പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രിലിംസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഒരുപാട് ചോയ്സുകളുള്ള പിന്നെ 100 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പേപ്പറാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോപ്പിക്കിനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഓരോ മാസവും ഓരോ ടോപ്പിക്കായിട്ട് പഠിച്ചു തീർക്കണം. ഇതേ ടോപ്പിക്കുകൾ തന്നെയാണ് അവിടെയും പഠിക്കാനുള്ളത്. അതാണ് അതിൻ്റെ ബ്യൂട്ടി. അപ്പോൾ ജനുവരിയിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഷിഫ്റ്റ് അവർ പ്ലാൻ ഫ്രം മെയിൻസ് ടു പ്രിലിംസ്. ഇനി അവിടെ വെച്ചാൽ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം പ്രിലിംസിൽ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഓരോ പോയിന്റുകൾക്കാണ് ഇമ്പോർട്ടൻ്റ്. കൺസെപ്റ്റുകൾ എന്നതിലുപരി, കൺസെപ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനേക്കാൾ ഉപരി പോയിന്റുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനുവരിയിൽ നമുക്ക് എന്ത് ചെയ്യാം? CSAT പേപ്പർ കവർ ചെയ്യാം. CSAT ഇതുവരെ നമ്മൾ തൊട്ടിട്ടില്ല. CSAT എന്ന് പറഞ്ഞാൽ അത് ക്വാളിഫയർ മാത്രമാണ്. അത് വിജയിക്കാൻ വേണ്ടി മാത്രമുള്ള കട്ട് ഓഫിന് മുകളിൽ കിട്ടിയാൽ മതി. 200 മാർക്കാണ് വരുന്നത്. അതിൽ 66 മാർക്ക് കിട്ടിയാൽ തന്നെ, 67 മാർക്ക് കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ ടോട്ടലിൻ്റെ 1/3 കിട്ടിയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു? 33% മാർക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ വിജയിച്ചു. പക്ഷേ അതിൽ വരുന്ന കാര്യങ്ങളൊന്ന് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനാണ്. അപ്പോൾ ഇംഗ്ലീഷ് കുറച്ച് ഡെവലപ്പ് ചെയ്യണം. പിന്നെ അതേപോലെ മാത്സ്, മെൻ്റൽ എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, ഡിസിഷൻ മേക്കിംഗ് പോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ ഈ ഒരു മേഖല ഈ ജനുവരിയിൽ നമ്മൾ കവർ ചെയ്യണം. ഓക്കെ, ദെൻ കംസ് ഫെബ്രുവരിയിൽ നമുക്കുള്ളത്
ഇന്ത്യൻ ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ. ഇന്ത്യൻ ഹിസ്റ്ററി ഓൾറെഡി നമ്മൾ ഒരു മാസം എടുത്ത് അവിടെ തീർത്തിട്ടുണ്ട്. ഓക്കെ, അത് അവിടെ ഒരു റിവിഷനും നമുക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ റിവിഷനും കിട്ടിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു മാസം കൊണ്ട് ഒന്നും കൂടി ഇത് പഠിച്ച് റിവൈസ് ചെയ്യുക, അതോടുകൂടി ഇത് തീരും. ദെൻ മാർച്ചിൽ നമുക്ക് എക്കണോമി കംപ്ലീറ്റ് ചെയ്യാം, ഇന്ത്യൻ എക്കണോമി. അതേപോലെ ഇതിൻ്റെ എല്ലാം കൂടെ കറണ്ട് അഫെയർസ് ഇതിൻ്റെ കൂടെ ഒക്കെ പോകുന്നുണ്ട്. അതിന് സെപ്പറേറ്റ് നമുക്കൊരു സമയം കിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ എക്കണോമി നമ്മൾ മാർച്ചിൽ ഫിനിഷ് ചെയ്യുന്നു. ദെൻ പിന്നെ ബാക്കിയുള്ളതെന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്കും പൊളിറ്റിയും മാത്രമേ ഉള്ളൂ. അതിൽ പൊളിറ്റിയാണ് കുറച്ച് വലിയ ടോപ്പിക്ക്. അത് നമ്മൾ ഏപ്രിലിൽ പൊളിറ്റി ആൻഡ് ജുഡീഷ്യറി, അതിൽ ഇൻ്റർനാഷണൽ റിലേഷൻ, ആക്ട്സുകൾ, റൈറ്റ് ഇഷ്യൂസ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മുൻപ് പഠിച്ചതാണ്, അത് റിവൈസ് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഈ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റൂ. കാരണം നേരിട്ട് നമ്മളിവിടെ ജനുവരിയിൽ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് പഠിച്ച് തീരൂല. ദെൻ കംസ് മെയ് എൻഡിലാണ് നമ്മൾ എക്സാം. അപ്പോൾ അതിലാകെ നമുക്ക് സയൻസ് ആൻഡ് ടെക്ക് മാത്രമേ ബാക്കിയുള്ളൂ. ഓൾറെഡി നമ്മൾ അവിടെ സയൻസ് ആൻഡ് ടെക്ക് പഠിച്ച് കഴിഞ്ഞതാണ്. ഇവിടെ അതൊന്നും കൂടെ റിവൈസ് ചെയ്ത് ക്ലിയർ ചെയ്യുക. ദെൻ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് എക്സാമിലേക്ക് പോവുക. മെയ്യിൽ എക്സാം കഴിയുന്നു. പിന്നെ വരുന്നത് ജൂണാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ എന്ത് ചെയ്യുന്നു? മെയിൻസിൻ്റെ ടോപ്പിക്കിലേക്ക് നമ്മൾ മാറണം. നേരത്തെ നമ്മൾ ഷെഡ്യൂളിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ പ്രിലിംസ് മെയ്യിൽ എഴുതിയെന്ന് പറഞ്ഞു. റിസൾട്ട് വരുന്ന എപ്പോഴായിരിക്കും? ജൂൺ പകുതി കഴിഞ്ഞ് ജൂൺ 3/4 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്ക് റിസൾട്ട് വരുന്നു. ഓഗസ്റ്റിലാണ് മെയിൻ എക്സാം വരുന്നത്. അപ്പോൾ എത്ര സമയമുണ്ട് നമുക്ക്? പ്രിലിംസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടിയാൽ ജൂണിൽ വന്നു, ജൂലൈ, ഓഗസ്റ്റ്, 2 മാസം തികച്ചില്ല. ആ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് ഒരു വിശാലമായൊരു മേഖലയാണ്. ടോപ്പിക്കുകൾ ഇത് തന്നെയാണ്, പക്ഷേ അത് നമ്മളെ റൈറ്റിംഗ് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യേണ്ട. അത് പിന്നെ നമ്മളെ ബബ്ലിംഗ് അല്ല, നമ്മൾ ഓരോന്നും എസ് എ മോഡലിൽ നമ്മൾ എഴുതി പാസ്സാവേണ്ട ഒരു എക്സാമാണ്. അപ്പോൾ ആ റൈറ്റിംഗ് എഴുതാനുള്ള സമയം മാത്രമേ പിന്നെ നമുക്കുള്ളൂ. ഈ 2 മാസം എന്ന് പറഞ്ഞാൽ നമുക്കിനി പുതിയൊരു ടോപ്പിക്ക് പഠിക്കാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ആദ്യമേ ഇതെല്ലാം പഠിച്ചിട്ട് വേണം എക്സാമിൻ്റെ ആ സൈക്കിളിലേക്ക് നമ്മൾ കയറാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാലത്തും നമുക്കിത് പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സൈക്കിളിലേക്ക് കയറുന്നതിന് മുമ്പ് ബേസിക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ സ്മൂത്താണ്. അപ്പോൾ ഈ 2 മാസം കൊണ്ട് മെയിൻസിൻ്റെ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു. ഓഗസ്റ്റിൽ മെയിൻസിൻ്റെ എക്സാം എഴുതുന്നു. അതിൻ്റെ റിസൾട്ട് വരുന്നത് നവംബറിലാണ്. ഓക്കെ, ഇൻ്റർവ്യൂ വരുന്നത് ഫെബ്രുവരിയിലാണ്. ഇൻ്റർവ്യൂ വരുന്നത് ശ്രദ്ധിക്കണേ, ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരിയിലുള്ള ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്ന എപ്പോഴായിരിക്കും? മാർച്ചിലാണ് വരിക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ജനുവരിയിൽ തുടങ്ങിയ പ്രോസസ്സ് അടുത്ത വർഷം മാർച്ചിലാണ് തീരുന്നത്. 1.25 മാസം അവിടെ കഴിഞ്ഞു. ഓക്കെ, സപ്പോസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ജനുവരി തൊട്ട് ഇതൊക്കെ എഴുതി അടുത്ത മാർച്ചിൽ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ പ്രിലിംസും പാസ്സായി. എനിക്ക് 2 തവണ പ്രിലിംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മെയിൻസിലാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. പ്രിലിംസും പാസ്സായി, മെയിൻസും പാസ്സായി. ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ ഔട്ടായി എന്ന് വിചാരിച്ചു. നമ്മൾ വീണ്ടും ഇൻ്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്താൽ പോരാ, പ്രിലിംസ് തൊട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. യു അണ്ടർസ്റ്റാൻഡ്? അതായത് ഒരു വർഷം ഈ 3 എക്സാമും 3 കടമ്പയും ഒന്നിച്ച് കടന്നാൽ മാത്രമേ നമുക്ക് സിവിൽ സർവീസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു വർഷം ഒന്ന് കഴിഞ്ഞ് നമ്മൾ ഡിഗ്രി എക്സാം പോലെയല്ല, കുറച്ച് പാസ്സായി പിന്നെ ബാക്കി പാസ്സായി, അങ്ങനെ പറ്റില്ല. ഒരു വർഷം തന്നെ കംപ്ലീറ്റ് പാസ്സാവണം. ഇപ്പോൾ ഇവിടെയുള്ളൊരു ഒരു ഡെഡ് ലോക്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാർച്ചിൽ റിസൾട്ട് വരുമ്പോൾ നമ്മൾ തോറ്റു എന്ന് വിചാരിച്ചു. നമുക്ക് വീണ്ടും പ്രിലിംസിന് എത്ര സമയമുണ്ട് ബാക്കി? മെയ്യിൽ എക്സാമാണ്, 1 മാസമാണ് ബാക്കിയുള്ളത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഒറ്റയടിക്ക് നമുക്കത് പഠിച്ചു തീർക്കാൻ പറ്റില്ല. ഇത് മാത്രമല്ല നമ്മൾ തോക്കാൻ പോകുന്നത്, അടുത്ത വർഷത്തെ എക്സാമും പ്രിലിംസ് തന്നെ നമ്മൾ തോൽക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രാറ്റജി കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. കാരണം ഈ ജനുവരി തൊട്ട് തന്നെ ഈ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം? അടുത്ത പ്രിലിംസിനുള്ള പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായോ പറഞ്ഞത്? ഇത് പലരും ചെയ്യാത്തൊരു കാര്യമാണ്. ഇതിന് വ്യക്തമായൊരു സ്ട്രാറ്റജി ഇല്ലെങ്കിൽ ആരും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, മാർച്ചോടുകൂടി ഇവർ ആ റിസൾട്ട് വരുന്നത് കാത്തിരിക്കും. റിസൾട്ടിൽ ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ആയിരിക്കും തോറ്റു പോകുന്നത്, 1 മാർക്കൊക്കെ മതി. ആ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആ ഡെസ്പ് പീരീഡ് ഉണ്ട്, ഒരു മാസം സങ്കടത്തിൻ്റെ പീരീഡ്. കാരണം ഒന്നുകിൽ IAS ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള രണ്ട് സൈഡാണ്. അപ്പോൾ ആ ഒരു ഡെസ്പോട് കൂടി പിന്നെ ആ വർഷം അവർക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ട്
റെസിലിയൻ്റ് ആയിട്ടുള്ള ക്ഷമയോടുകൂടിയുള്ള നല്ലൊരു മൈൻഡോടുകൂടി നമ്മൾ പ്രിപ്പയർ ചെയ്താലേ നമുക്കത് അറ്റൻഡ് ചെയ്യാം. സർ ഇപ്പോൾ എവിടേക്കാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്? ക്ലാസ് എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാക്കാവോ? ക്ലാസ് എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. 12 വർഷത്തോളം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ അറിയപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരം ബ്രില്യൻസ് കോളേജ് ആവട്ടെ, KAS മെൻറ്ററൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, KAS മെൻറ്റർ തിരുവനന്തപുരം. അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ നോക്കിയാൽ മതി, എൻ്റെ മുഖം കാണാം. വീഡിയോ ക്ലാസ്സുകൾ, വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ തൃശ്ശൂരുള്ള ഒരു അബലേസ് എഡ്യൂക്കെയർ IAS അക്കാഡമി ഉണ്ട്. അതിൽ പെർമനൻറ്റ് ഫാക്കൽറ്റിയാണ്. അവിടുത്തെ ഹിസ്റ്ററി ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചർ, അതേപോലെ ആസ്ട്രോണമി, ഈ ടോപ്പിക്കുകൾ ഞാനാണ് എടുക്കുന്നത്. പിന്നെ അതേപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇത് കൂടാതെ എല്ലാ വർഷവും ഒരു 40ഓളം പേരെ വാട്സാപ്പിലൂടെ ട്രെയിനിങ് ചെയ്യാറുണ്ട്. ഐ തിങ്ക് അറൗണ്ട് മോർ ദാൻ 10,000 സ്റ്റുഡൻസിന് ഇപ്പോൾ എന്തായാലും ഏറ്റവും കുറഞ്ഞത് ക്ലാസ് എടുത്തിട്ടുണ്ടാവും. എബോ ഒരു 200 to 400 സ്റ്റുഡൻസ് സർവീസിൽ കയറിയിട്ടുണ്ട്. അവരിൽ പലരുമായിട്ടും ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. ഈവൻ നമ്മുടെ മുഹമ്മദ് അലി ഷിഹാബിനെയൊക്കെ നിങ്ങൾ പരിചയമുണ്ടാവുമായിരിക്കും. പുള്ളി ഒരു അനാഥനായിരുന്നു. പുള്ളി 34-ാമത്തെ വയസ്സിലാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കെല്ലാം ഒരു മോട്ടിവേഷൻ സ്റ്റോറിയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് 2 കുട്ടികളായി 34-ാമത്തെ വയസ്സിലാണ് പുള്ളി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളിയൊക്കെ നമ്മുടെ കൂടെ ഡൽഹിയിലുണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ നാഗാലാൻഡിലെ കളക്ടറാണ്. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ സുഹൃത്തുക്കൾ നാഗാലാൻഡ് ആവട്ടെ, ഇവിടെ ഈ കർണാടക ആവട്ടെ, കേരളത്തിൽ തന്നെ അങ്ങനെ ഒരുപാട് പേരെ പരിചയമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. ശ്രോതാക്കൾ കേട്ടത് UPSC, IAS, IPS, IFS, IRS തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച്. വിവരങ്ങൾ പങ്കുവച്ചത് എഴുത്തുകാരനും IAS മെന്ററുമായ ജാഫർ അമീർ UC. തുടർന്ന് കേൾക്കാം അടുത്ത അധ്യായത്തിൽ. സിവിൽ സർവീസിലേക്കൊരു വഴികാട്ടി.